രാമായണത്തിന് വേണ്ടി ഒരു മാസം മാറ്റിവെച്ചിട്ടുള്ളവരാണ് മലയാളികൾ. കർക്കടക മാസം നമ്മൾ രാമായണ മാസമായിട്ട് ആചരിച്ചു വരികയാണ്. മുൻകാലങ്ങളിൽ വൃശ്ചിക മാസത്തിലും തുടർച്ചയായിട്ടുള്ള രാമായണ പാരായണം വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നടന്നിരുന്നു. അപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതിന് ഒരു മാസം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ആ പുസ്തകം അസാമാന്യമാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പുസ്തകം സമ്മാനിച്ച ആൾ, മലയാള ഭാഷയിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ച് സമ്മാനിച്ച വ്യക്തി തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന ആചാര്യൻ ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അദ്ദേഹത്തിൻ്റെ സേവനം എന്ന് മനസ്സിലാക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആ മഹാപുരുഷനോടുള്ള കൃതജ്ഞത കേരളം, മലയാളി സമൂഹം നിറവേറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കേവലം മതഗ്രന്ഥമല്ല, അത് സാഹിത്യഗ്രന്ഥമാണ്, സംസ്കാരത്തിൻ്റെ ആധാരശിലയുമാണ്. അനവധി പാഠങ്ങളടങ്ങുന്ന ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാവനയുടെയും എല്ലാം അനന്തതലങ്ങൾ വിടർത്തിക്കാട്ടിത്തരുന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അത് രചിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പരമാചാര്യൻ എന്ന പദവിക്ക് അർഹനാണ്. അർഹൻ എന്നല്ല പറയേണ്ടത്, അദ്ദേഹം കേരളത്തിൻ്റെ പരമാചാര്യൻ തന്നെയാണ്. പക്ഷേ മലയാളി ആ യാഥാർത്ഥ്യത്തെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ, ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്നിടത്താണ് നമ്മൾ ഈ വിവേകം ഒന്നുകൂടി മനസ്സിലാക്കണം എന്ന് പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് ചോദിച്ചാൽ, അതുണ്ടാകുന്ന 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മുകളിലേക്ക് പാഞ്ഞ് ഇരച്ചു വന്ന അധിനിവേശ ശക്തിയെ പ്രതിരോധിക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം, ദൗത്യം നിറവേറ്റുകയാണ് ചെയ്തത്. വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും മുകളിലേക്ക് പാഞ്ഞടുത്ത ആ അധിനിവേശ ശക്തിയെ, യൂറോപ്യൻ സംസ്കാരവും ഭരണവും ഒക്കെ അടങ്ങുന്ന ശക്തിയെ അദ്ദേഹം പ്രതിരോധിച്ചു. അതിന് മലയാള ഭാഷയിലെ അക്ഷരങ്ങളെ, വാക്കുകളെ അദ്ദേഹം പരിചയമായിട്ട് എടുത്തുയർത്തുകയും ചെയ്തു എന്നതാണ്. അതിന് നേരെ അദ്ദേഹം പ്രയോഗിച്ച ആയുധം, ഖഡ്ഗം, വാൾ എന്ന് പറയുന്നത് എന്താണ്? അത് രാമായണ കഥയാണ്. ആദികാവ്യവും അനശ്വര കാവ്യവും നിത്യപ്രസക്തവുമായ രാമായണം. ആ രാമായണത്തിന് എത്രയോ വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തച്ഛൻ്റെ രാമായണത്തിന് നിരവധി അടരുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാതി എന്ന തിന്മയ്ക്കെതിരായിട്ട് മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശം, ആഹ്വാനം തുഞ്ചത്തെഴുത്തച്ഛനാണ് നടത്തിയിട്ടുള്ളത്. ജാതിക്കെതിരായിട്ട് കഥാപാത്രങ്ങൾ ശബരിയും വിഭീഷണനെക്കുറിച്ച് ഹനുമാനും ഒക്കെ പറയുന്ന സന്ദർഭങ്ങൾ വളരെ വ്യക്തതയോടുകൂടി എഴുത്തച്ഛൻ നമുക്ക് കാട്ടിത്തരും എന്ന് മാത്രമല്ല, എല്ലാം തികഞ്ഞവനായ ലോകാധീശനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് കൂടെ കൂട്ടുന്നത് ശബരിയെപ്പോലെയുള്ള കീഴാള സ്ത്രീകളെയും വാനരന്മാരെ പോലെയുള്ള മനുഷ്യരിൽ താണ ജീവിവർഗത്തെയും ജടായുവും സമ്പാദിയും അടങ്ങുന്ന പക്ഷികളും ഒക്കെ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിലെ മറ്റു ഘടകങ്ങളെയാണ്. ഒന്നിനോടും അദ്ദേഹം ഒരു വിവേചനവും കാണിക്കുന്നില്ല. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ജാതിയുടെ പേരിലുള്ള വിവേചനം തെറ്റാണ്, അത് മനുഷ്യൻ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശം ആദ്യം മലയാള ഭാഷയിൽ സമ്മാനിച്ചത് തുഞ്ചത്തെഴുത്തച്ഛനാണ്, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലാണ്. അതുപോലെ ഏത് സമൂഹത്തെയും അപരിഷ്കൃതമാക്കി തീർക്കുന്ന മറ്റൊരു വലിയ തിന്മയാണ് സ്ത്രീ പുരുഷ വിവേചനം. പുരുഷൻ മേൽക്കോയ്മയുള്ളവനും സ്ത്രീ അവൻ്റെ അടിമയായി താഴത്തെ നിലയിലുള്ളവളായി കഴിയണം എന്ന ചിന്തയും ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ പല സമൂഹത്തിലും രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ശരിയല്ല. സ്ത്രീയും പുരുഷനും തുല്യതയുള്ളവരാണ്. ലിംഗനീതി നമ്മുടെ പ്രധാനപ്പെട്ട പരിപാലന തത്വമാണ് എന്ന ആശയം അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ശബരിയോട് ഭഗവാൻ പറയുന്ന വാക്കുകളിൽ തന്നെ
സ്ത്രീയെന്നോ പുരുഷനെന്നോ താണവനെന്നോ ഉയർന്നവനെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഒരു സാംസ്കാരികമായ മേന്മയും കൈവരിക്കാൻ തടസ്സമല്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദർഭമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണവും ഹരിനാമകീർത്തനവും ഉൾപ്പെടെയുള്ള കൃതികൾ സ്ത്രീകളെ കൂടി ഉദ്ദേശിച്ച് രചിക്കപ്പെട്ടവയാണ്. സ്ത്രീകളാണ് അത് ചൊല്ലിപ്പഠിച്ചത്, പാടി പ്രചരിപ്പിച്ചത്. അച്ചടി നടപ്പിലാകുന്നതിന് മുൻപ് കേരള സമൂഹത്തിലാകെ രാമായണം പ്രചരിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സ്ത്രീകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്, അദ്ദേഹത്തിൻ്റെ രചന നടപ്പിലാക്കിയ മറ്റൊരു ധർമ്മം വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യന് സ്വതന്ത്രനാകാൻ സാധിക്കുകയുള്ളൂ, മനുഷ്യന് അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അഭിവൃദ്ധി കൈവരിക്കാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും എന്ന് എഴുത്തച്ഛൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തും. എന്ന് മാത്രമല്ല, മലയാളത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ആവിഷ്കരിക്കുകയും പ്രയോഗിച്ച് ഫലിപ്പിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന വിശേഷണത്തിന് അർഹനായ ആദ്യത്തെ വ്യക്തിയും എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുപള്ളി, അദ്ദേഹത്തിൻ്റെ കളരി, ആദ്യക്ഷരം എഴുതിക്കുന്നതിൻ്റെ സന്ദർഭം, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു മേന്മ എല്ലാം എഴുത്തച്ഛന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് പ്രയോഗിക്കാൻ വേണ്ട സ്ഥാപനം നിർമ്മിക്കുകയും കൂടി ചെയ്തത് എഴുത്തച്ഛനാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച മഹത്തായ കാഴ്ചപ്പാടും മലയാളത്തിൽ കേരളത്തിൽ ആദ്യം അവതരിപ്പിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, മനുഷ്യർക്ക് എല്ലാ വിധത്തിലുള്ള ഭൗതികമായ മേന്മയും കൈവരണം എന്നതോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനവും സാധ്യമാക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രേയസിനോടൊപ്പം ശ്രേയസ്സും കൈവരിക്കാൻ മനുഷ്യനെ സഹായിക്കണം എന്ന് വച്ചിട്ടാണ് മർത്യജന്മികൾക്കെല്ലാം മുക്തിക്ക് വേണ്ടിയിട്ട് രാമായണ കഥ എല്ലാവർക്കും പാടി പഠിക്കാനും ഓർത്ത് ആചരിക്കാനും മുക്തി കൈവരിക്കാനും പാകത്തിൽ അദ്ദേഹം മലയാളത്തിൽ അവതരിപ്പിച്ചത്. ഇത് അന്നത്തെ സമൂഹത്തിൽ ജാതീയമായ മേന്മയും അധികാരബദ്ധതയുമെല്ലാം പുലരുന്ന സമൂഹത്തിൽ കീഴാളനായ എഴുത്തച്ഛൻ ചെയ്തത് അപരാധമായി കണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സാഹിത്യ പ്രവർത്തനത്തിൻ്റെ, സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകാരൻ കൂടി ആണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിന് ജാതിയിൽ താഴ്ച വരുത്തി, അദ്ദേഹത്തെ നാടുകടത്തി ഒക്കെ ശിക്ഷിക്കുകയുണ്ടായി. പക്ഷേ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ജീവിത അവസാനം വരെ അദ്ദേഹം തൻ്റെ സാംസ്കാരിക ആധ്യാത്മിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്തു. ഈ നിലകളിൽ കേരളത്തിൻ്റെ പരമാചാര്യൻ എന്ന വിശേഷണത്തിന് എല്ലാ വിധത്തിലും അർഹൻ എഴുത്തച്ഛനാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, യഥാർത്ഥത്തിലുള്ള യോഗിചര്യ എന്നതാണ്. യോഗികളുടെ ജീവിതം അവരെല്ലാം ത്യജിച്ചും സഹിച്ചും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. സ്വന്തം ജീവിതം ഹോമിച്ചുകൊണ്ട് ലോകത്തിന് ചൂടും വെളിച്ചവും പകർന്നു കൊടുക്കുന്ന മഹത്തായ ധർമ്മമാണ് തപസ്, യോഗി അനുഷ്ഠിക്കുന്ന തപസ്. ആ തപസ്സിൻ്റെ ഫലം ആ കാലത്ത് മാത്രമല്ല, ലോകമുള്ള കാലം മുഴുവൻ നിലനിൽക്കും. അതുകൊണ്ടാണല്ലോ എഴുത്തച്ഛൻ ഈ ലോകം വിട്ടുപോയി 400 കൊല്ലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കൃതി കൂടുതൽ പ്രചരിക്കുന്നു. ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന, ആളുകൾ സ്വീകരിക്കുന്ന, വായിക്കുന്ന പുസ്തകം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. വേറൊരു മട്ടിൽ പറയുകയാണെങ്കിൽ, എഴുത്തച്ഛനെ നിന്ദിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി അദ്ദേഹത്തിൻ്റെ കൃതി വിൽക്കുന്നതിലൂടെ നേട്ടം, പ്രതിഫലമുണ്ടാക്കാൻ സാധിച്ചുകൊണ്ട് ആ യോഗി യഥാർത്ഥ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. സൂര്യനെ പോലെ, സൂര്യനെ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സൂര്യൻ്റെ കിരണങ്ങൾ, വെളിച്ചം എല്ലാ ദിക്കിലും എല്ലാ വസ്തുവിലും പതിച്ച് ഊർജ സന്ദായകത്വം സമ്മാനിക്കുന്നത് പോലെയുള്ള എഴുത്തച്ഛൻ്റെ യോഗിചര്യ ഇന്നും നിലനിൽക്കുന്നു. അക്ഷരം പഠിക്കാനും സാഹിത്യം മനസ്സിലാക്കാനും ഭാഷയിൽ പ്രാവീണ്യം കൈവരിക്കാനും എല്ലാം പഴയകാലം മുതൽ നമ്മൾ ആശ്രയിച്ചിരുന്ന ഗ്രന്ഥം അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അതിൻ്റെ ആധാരത്തിലാണ് മലയാള സാഹിത്യവും ഭാഷയും നിലനിൽക്കുന്നത് എന്നതുകൂടി പരിഗണിക്കണം. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും മലയാളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന
ഗ്രന്ഥം രാമായണം പോലെ വേറൊന്നില്ല. ജനന സമയത്ത്, പിറന്നാൾ സമയത്ത്, മരണസമയത്ത്, ശ്രാദ്ധമൂട്ടുന്ന സന്ദർഭത്തിലെല്ലാം നിത്യപാരായണത്തിന് പോലും ഉപയോഗിക്കുന്ന ഗ്രന്ഥം രാമായണം കിളിപ്പാട്ടാണ്. ഇതുപോലെ മറ്റു ഒരു പുസ്തകവും മലയാളത്തിലില്ല. ആ വിധത്തിൽ എല്ലാ നന്മകളും കേരളീയ സമൂഹത്തിന് സമ്മാനിച്ച ഈ ഗുരുശ്രേഷ്ഠനാണ് കേരളീയരുടെ പരമാചാര്യൻ. ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ വേറെ ഒരു വ്യക്തിയുമില്ല എന്നുകൂടി നമ്മൾ ഓർത്ത് അദ്ദേഹത്തെ വന്ദിക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്.